എങ്ങനെ അങ്ങനെ ഒരു മനുഷ്യനോട് ചെയ്യാൻ തോന്നുന്നത്? അങ്ങനെ ആക്കി തന്നെ അങ്ങനത്തെ ഇതില് ആ സമയത്ത് അതേപോലെ പിന്നെയാണ് അറിയുന്നത്. ഈ എന്നെ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പെണ്ണ് ബാക്കിലുണ്ടാവും. എന്നിട്ട് ഇവര് രണ്ടാളും കൂടിയിട്ട് എന്നെ ഇങ്ങനെ എന്താ പറയാ, എന്തായാലും പറയണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല. തെസ്നിയ അമീർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ലൈഫ് സ്റ്റോറി ഇന്നലെ യൂട്യൂബിൽ കാണാനിടയായി. തെസ്നിയ തന്നെ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ച കാര്യങ്ങളാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. മെയിൻ സ്റ്റോറിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തെസ്നിയയുടെ ഫുൾ ലൈഫ് സ്റ്റോറിയുടെ ഒരു ചെറിയൊരു വിവരണം തരാം. തെസ്നിയയുടെ ഉപ്പ അവൾക്ക് ഒരു വയസ്സുണ്ടായപ്പോൾ അവൾ ഉപേക്ഷിച്ച് പോയതാണ്. പിന്നീട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി അവളുടെ ഉമ്മ ഒരു പ്രവാസിയായിട്ട് മാറി. നല്ലൊരു ജോലിയാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഏജൻസിക്കാരും ഉമ്മാനെ ഗൾഫിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായത്. അറബിയുടെ വീട്ടിലെ ഗദ്ദാമയായിട്ട് ഉമ്മക്ക് ജോലി കിട്ടിയത്. അറബികളുടെ ആട്ടും തുപ്പും കൊണ്ട് ഉമ്മ കുറെ കഷ്ടപ്പെട്ടു. അതിനിടയിലാണ് അവിചാരിതമായ ഒരു അമേരിക്കക്കാരൻ ഉമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അയാൾ ഉമ്മയെ അറബിയുടെ വീട്ടിൽ നിന്ന് രക്ഷിച്ചു. അവർ തമ്മിൽ ഇഷ്ടത്തിലായി, വിവാഹവും കഴിഞ്ഞു. ഉമ്മ അയാളുടെ കൂടെ അമേരിക്കയിൽ സെറ്റിൽഡുമായി. ഈ അമേരിക്കക്കാരനിൽ നിന്നും ഉമ്മക്ക് വേറെ 2 മക്കളുണ്ട്. തെസ്നിക്കാണെങ്കിൽ ചില പേപ്പർ വർക്കുകളൊക്കെ റെഡി ആവാത്തത് കൊണ്ട് തന്നെ ആദ്യം അമേരിക്കയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. നാട്ടിൽ വെല്ലുമയുടെയും മറ്റു കുടുംബക്കാരുടെയും കൂടെ ആയിരുന്നു തെസ്നിയ ജീവിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അമേരിക്കയിലേക്ക് പോകാനുള്ള പേപ്പറുകളെല്ലാം റെഡിയായി. അങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തുന്നതിനിടയിലാണ് തെസ്നിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. തെസ്നിയ ഒരാളുമായി പ്രണയത്തിലായി. അപ്പൊ നമ്മൾ മെയിൻ സ്റ്റോറിയിലേക്ക് കടക്കുകയാണ്. പ്രണയത്തിലായെന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ വലിയ സീരിയസ് ഒന്നും ആയിരുന്നില്ല. ഉമ്മാന്റെ അടുത്തേക്ക് അമേരിക്കയിലേക്ക് പോകാൻ അതിയായ ആഗ്രഹം ഉണ്ടായത് കൊണ്ട് തന്നെ തെസ്നിയ അതിനു വേണ്ടിയായിരുന്നു തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിരുന്നത്. അതിനായിരുന്നു പ്രയോറിറ്റി കൊടുത്തിരുന്നത്. പക്ഷെ ഏത് വലിയ മഞ്ഞും മലയും തകർക്കാൻ പോകുന്ന ഒരു സാധനമാണല്ലോ ഈ പ്രണയം എന്ന് പറയുന്നത്. പ്രണയം പതുക്കെ അസ്ഥിക്ക് പിടിച്ചു. അമേരിക്കയിലേക്ക് പോകുന്നതൊക്കെ തെസ്നിയ മാറ്റിവെച്ചു. അങ്ങനെ രണ്ടാളുടെയും വീട്ടിൽ പ്രണയത്തെ കുറിച്ച് അറിഞ്ഞു. 2 വീട്ടുകാരും ഭയങ്കരമായിട്ട് എതിർത്തു. എല്ലാവരും തെസ്നിയയോട് അമേരിക്കയിൽ പോയി സെറ്റിൽ ആവാൻ ഉപദേശിച്ചു. പക്ഷെ അവൾ ചെവിക്കൊണ്ടില്ല. പ്രണയം അസ്ഥിക്ക് പിടിച്ചിരിക്കുകയാണല്ലോ. പോരാത്തതിന് ചെക്കനാണെങ്കിൽ ഇവളോട് ഒടുക്കത്തെ സ്നേഹവും. എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കും. അവന് ദുബായിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഐഫോൺ എന്ന് വെറുതെ പറഞ്ഞാൽ മതി, അപ്പൊ തന്നെ സാധനം കയ്യിൽ വരും. ഭയങ്കര കെയറിങ്, സപ്പോർട്ട്, എല്ലാം കൊണ്ട് ഒടുക്കത്തെ പ്രണയമായിരുന്നു. അങ്ങനെ ഒടുവിൽ 2 പേരുടെയും വാശിക്ക് മുന്നിൽ വീട്ടുകാർ മുട്ടുമടക്കി. കല്യാണം കഴിഞ്ഞ് ഇവർക്കൊക്കെ ഒരു കുഞ്ഞുണ്ടായി. അതിനിടയിൽ തെസ്നിയയും ഭർത്താവിന്റെ കൂടെ ദുബായിക്ക് പോയി. അവിടെ വെച്ചാണ് തെസ്നിയയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. വീട് നിറയെ ഭർത്താവിന്റെ കൂട്ടുകാരാണ്. 2 മുറിയാണുള്ളത്. ഒരു മുറിയിൽ സദാസമയം ഭർത്താവും കൂട്ടുകാരും മയക്കുമരുന്ന് അടിച്ച് കിറങ്ങിയിരിക്കും. മറ്റേ മുറിയിൽ തെസ്നിയും മോനും ഒറ്റയ്ക്ക് ഇരിക്കും. അതിനിടയിൽ തെസ്നിയ വീണ്ടും പ്രഗ്നന്റ് ആയി. ഭർത്താവ് തിരിഞ്ഞു നോക്കുന്നില്ല, ഡ്രഗ്സ് അടിച്ച് നടക്കുന്നു. എല്ലാം കൊണ്ട് തെസ്നിയ ഒറ്റപ്പെട്ടു പോയി. അതിനിടയിൽ ഭർത്താവിന്റെ വീട്ടുകാർക്ക് സംശയം തെസ്നിയെ നേരായിട്ടുള്ള വഴിക്ക് തന്നെയല്ലേ പ്രഗ്നന്റ് ആയതെന്ന്. ചെറിയ കുട്ടിക്കാണെങ്കിലും മുലക്കൂടി പ്രായം പോലും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എല്ലാം കൊണ്ട് ഇടങ്ങാറായി തെസ്നിയ എന്താക്കി നാട്ടിലേക്ക് പോകുന്നു. പ്രണയിച്ച് നടന്ന സമയത്ത് ഒടുക്കത്ത് കെയറിങ് കൊടുത്ത് ചങ്ങായിക്ക്. ഇപ്പൊ അവളെ വേണ്ട. തെസ്നിയക്ക് ആകെ മടുത്തു. അവൾ പ്രഗ്നൻസി അബോർഷൻ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചു. അങ്ങനെ ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് അത് ഇരട്ട കുട്ടികളാണെന്ന്. അങ്ങനെ അബോർഷൻ പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്തു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് അവൾക്ക് 2 ആൺകുഞ്ഞുങ്ങൾ പറഞ്ഞു. അങ്ങനെ അവൾ വീണ്ടും സന്തോഷം അനുഭവിക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് കുട്ടികളെ കാണാൻ വേണ്ടി ഭർത്താവ് നാട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും കുടുംബക്കാരെല്ലാരും കൂടി തെസ്നിയോട് പറഞ്ഞു, 3 കുട്ടികളൊക്കെ ആയില്ല, അവൻ ഇനി നന്നായി നോക്കിക്കോളുന്നു. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് നോക്ക്, ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. എല്ലാരും അങ്ങനെ പറഞ്ഞപ്പോ തെസ്നി ഒരു തവണ കൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസം എന്തോ ആവശ്യത്തിന് വേണ്ടി ഭർത്താവിന് ഫോൺ എടുത്തപ്പോഴാണ് അവൾ ആ കാഴ്ച കണ്ടത്. ഫോൺ നിറയെ ഭർത്താവ് മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോസും വീഡിയോസുമാണ്. തെസ്നി അവിടെ വയറ്റിൽ ഇരട്ട കുട്ടികളെയും ചുമന്ന് ഇടങ്ങാറാകുന്ന സമയത്ത് ഈ ചങ്ങായിക്ക് അവിടെ അവൈധ മൂലത്തിലായിരുന്നു പരിപാടി. തെസ്നി ആ സമയത്ത് തന്റെ മാനസികാവസ്ഥയെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. കേൾക്കുന്ന ആരെയും നൊമ്പരപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അവൾ പറഞ്ഞത്. നമ്മൾ എന്തായാലും അവൾ പറഞ്ഞൊന്ന് കേട്ടോക്കാം. ഈ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു പെണ്ണും ഇവനും തമ്മിലുള്ള കുറേ സ്വകാര്യ നിമിഷങ്ങൾ, അതേപോലെ തന്നെ ഇവർ എൻജോയ് ചെയ്ത നിമിഷങ്ങൾ, അങ്ങനെയുള്ള കുറേ ഫോട്ടോസ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഫോട്ടോസും വീഡിയോസും എല്ലാം എൻ്റെ കയ്യിലുണ്ട് തെളിവായിട്ട്. പക്ഷെ ഞാൻ വീഡിയോയിൽ അത് ആഡ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ നിക്കാഹ് കഴിഞ്ഞതാണ്. നിക്കാഹ് കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടാകാൻ വേണ്ടി നിൽക്കുന്നതാണ് ചെക്കൻ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാത്തത്. ആ പെണ്ണിന്റെ ഫോട്ടോസും ഹസ്ബൻഡിന്റെ ഫോട്ടോസും ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാത്തത്. എന്റെ ജീവിതവും പോയി, ഇനി വേറൊരാളെ ജീവിതം കൂടി നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊന്നും ചെയ്യാത്തത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ശരിക്കും നിങ്ങൾ ആ ഫോട്ടോസ് റിവീൽ ചെയ്യുകയാണ് വേണ്ടത്. അവളെ നിക്കാഹ് ചെയ്ത് ചെക്കനെങ്കിലും രക്ഷപ്പെടട്ടെ, അല്ല പിന്നെ ഇവരുടെ കടിക്ക് ഇങ്ങനെങ്കിലും ഒരു ശിക്ഷ കിട്ടട്ടെ. എന്തായാലും ബാക്കി നോക്കാം. എന്റെ വീട്ടിൽ നിന്ന് ഇവർ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ട സമയത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഞാൻ സ്റ്റെക്കായി പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ സത്യമായിട്ട് സ്റ്റെക്കായി പോകും. കാരണം നമ്മളെ ഭർത്താവിന് വേറൊരു ഇതുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മൾ സ്റ്റെക്കായി പോകും. ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇതിപ്പോ പണ്ടത്തെ ഫോട്ടോ അങ്ങനെ ആയിരിക്കും, എന്തായാലും ഇപ്പൊ മക്കളൊക്കെ ആയില്ലേ, ഒരുമിച്ച് പോവാം, അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത്. അങ്ങനെ ഞാൻ കുറച്ചേരം കഴിഞ്ഞിട്ടു എന്റെ മൈൻഡ് ഓക്കെ ആവുന്നില്ല. ആ ടൈമിൽ ഞാൻ ഇങ്ങനെ വെറുതെ ഡേറ്റ് ചെക്ക് ചെയ്ത് നോക്കി. നോക്കുമ്പോൾ ഞാൻ ട്വിൻസിനെ പ്രഗ്നന്റ് ആയ സമയത്ത്, പ്രസവിച്ച് കിടക്കുന്ന സമയത്ത്, ആ സമയത്തൊക്കെ ഉണ്ടല്ലോ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് വേദന, ഈ 3 മക്കളെ എടുത്തിട്ട് രാത്രി ഉറങ്ങലില്ല. 3 മണി 4 മണിക്കൊക്കെയാണ് ഉറങ്ങല്. ആ സമയത്താണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ഡിപ്രഷന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതെന്റെ ശരിക്കും പറഞ്ഞാൽ അതെന്റെ അവസ്ഥയായിരുന്നു ആ സമയത്ത്. ആ സമയത്തൊക്കെ
ഒട്ടും ഉറങ്ങൂല. 3 ആൾ എൻ്റെ അടുത്തേ കിടക്കുള്ളൂ, വേറെ ഒരാളെടുത്ത് കിടക്കൂല. മൂത്തതാണെങ്കിലും മറ്റേ 2 പിള്ളേരാണെങ്കിൽ എൻ്റെ അടുത്ത് മാത്രമേ കിടക്കുള്ളൂ. രണ്ടാൾക്ക് ഒരുമിച്ച് പാൽ കൊടുക്കല്. മറ്റേ മൂത്ത മോനും പാലുകൂടി ഒന്നും നിർത്തിയിട്ടില്ലായിരുന്നു ആ സമയത്ത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരും ആ പെണ്ണും കൂടിയിട്ട് അവിടുന്ന് ഫുള്ള് എൻജോയ് ആയിട്ടുള്ള ലൈഫ്. എന്തൊരവസ്ഥയാണല്ലേ, ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. സ്വന്തം ഭാര്യ 2 കുഞ്ഞുങ്ങളെ വയറ്റിലും ഒന്നിനെങ്ങനെ ഒക്കത്തും വെച്ച് നടക്കുമ്പോൾ എങ്ങനെയാണ് ഈ ചങ്ങായിക്ക് മറ്റൊരു പെണ്ണിനെ കൂടെ ഇങ്ങനെ അഴിഞ്ഞായിട്ട് നടക്കാൻ പറ്റുന്നത്? താൻ പ്രസവ വേദനയുമായി പൊളയുന്ന സമയത്ത് സ്വന്തം ഭർത്താവ് വേറൊരു പെണ്ണിന് കൂടെ അവിഹിതം ഉണ്ടാക്കി നടക്കാണെന്ന് അറിഞ്ഞാൽ ഏത് പെണ്ണിനാണ് സഹിക്കാൻ കഴിയുക? വല്ലാത്തൊരു അവസ്ഥ തന്നെ കേട്ടോ. ബാക്കിയാണ് നോക്കാം. മാത്രല്ല വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സമയത്ത് ഇവൻ എന്നെ വിളിക്കും, വീഡിയോ കോൾ ചെയ്യും. എന്നിട്ട് ഇവൻ എന്നോട് അറിയും, ഞാനിവിടെ ഫുള്ള് ലോക്കായിട്ടുള്ളത്, എനിക്ക് പൈസ ഇല്ല, പട്ടിണിയാണ്, അങ്ങനെയൊക്കെ പറയും. ആ സമയത്ത് ഞാൻ ഇവിടുന്ന് ഉമ്മിച്ച് തരുന്ന ചെലവിനുള്ള പൈസ, മക്കൾക്ക് പമ്പേഴ്സ്, പൊടി ഒന്നും വാങ്ങാനോ പൈസ എടുത്തില്ല. ഞാൻ ചോദിക്കലില്ല, അവരെ വീട്ടുകാരോട് ഞാൻ ചോദിക്കലില്ല, ആരോടും ഞാൻ ചോദിക്കില്ല. ഉമ്മിച്ചിന്റെ അടുത്ത് മാത്രമേ ഞാൻ വാങ്ങലുള്ളൂ. എന്നിട്ട് ആ അയച്ചിരുന്ന പൈസ വരെ ഞാൻ ഇവനക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കും. അതിനുശേഷം ഫസ്റ്റ് ടൈം ഞാൻ മഹർ വെച്ചപ്പോ എനിക്ക് ഉമ്മിച്ച് മഹർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവന്റെ അവസ്ഥ കണ്ടിട്ട് ഇവൻ കരയൊക്കെ ചെയ്യാൻ സമയത്ത് ലേശം ഉളുപ്പുണ്ടവന്. 3 കുട്ടികൾ ഉണ്ടാക്കിയിട്ടിട്ട് അവർക്ക് ചെലവിന് കൊടുക്കാൻ ഇവന് വയ്യ. എന്നിട്ട് ഭാര്യയുടെ കാല് പിടിച്ച് അവളുടെ അടുത്ത് നിന്ന് പൈസ മേടിക്കും. തെസ്നിയയുടെ ഉമ്മ അമേരിക്കയിലായതുകൊണ്ട് തന്നെ ഉമ്മ അയച്ചു കൊടുക്കുന്ന പൈസ അവളുടെ കയ്യിൽ ഉണ്ടാവാറുണ്ട്. എന്നിട്ട് ഉളുപ്പിലാണ്ട് ഈ പൈസ അരുന്ന് വാങ്ങിയിട്ട് ഇവൻ അതും കൊണ്ട് ആ പെണ്ണിനൊപ്പം കറങ്ങാൻ പോകും. ഇവനൊക്കെ ഉണ്ടല്ലോ പച്ചവെള്ളം കൊടുക്കാതെ 4 ദിവസം തല കീഴാക്കി കെട്ടി തൂക്കണം. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. ബാക്കിയാണ് നോക്കാം. ഇവന്റെ അവസ്ഥ കണ്ടിട്ട് വീട്ടിൽ അടി ഉണ്ടാക്കിയിട്ട് ഞാൻ പിന്നെ ആ മഹർ കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ട് പിന്നെ അയച്ചു കൊടുത്ത്. ആ സമയത്ത് ഞാൻ ഉമ്മച്ചിനോട് എന്താ പറയുന്നറിയോ, ഉമ്മച്ചി ഓ പട്ടിണിയാണ് ഓനക്ക് പണിയില്ലാത്തോണ്ടല്ലോ ഉമ്മച്ചി ചോദിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് മഹർ വരെ പണയം വെച്ചിട്ട് പിന്നെയും ഉമ്മച്ചി എടുത്തെടുത്ത് തന്നെ പിന്നെയും പണയം വെച്ചിട്ട് പൈസ അയച്ചു കൊടുത്ത്. എന്നിട്ട് ഇവർ 2 ആളും കൂടിയിട്ട് അവിടുന്ന് ഫുള്ള് എന്താ പറയാ റൂം എടുത്ത് നിക്കല്. എങ്ങനെ അങ്ങനെ ഒരു മനുഷ്യനോട് ചെയ്യാൻ തോന്നുന്നത്? അങ്ങനെ ആക്കി തന്നെ അങ്ങനത്തെ ഇതില് ആ സമയത്ത് അതേപോലെ പിന്നെയാണ് അറിയുന്നത്, ഈ എന്നെ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പെണ്ണ് ബാക്കിലുണ്ടാവും. എന്നിട്ട് ഇവര് 2 ആളും കൂടിയിട്ട് തന്നെ ഇങ്ങനെ എന്താ പറയാ, എന്തായാലും പറയണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല. അങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഇവർ 2 ആളും അവിടുന്ന് ഫുള്ള് ഡാൻസ് കളി, ചട്ടിച്ചോറ് തിന്നാൻ പോക്ക്. ഞാനിവിടെ ഈ മക്കളെയും കൊണ്ട് അങ്ങനെ ഞാൻ ആ സമയത്ത് പ്രഗ്നൻസി ടൈമിൽ ഞാൻ നിങ്ങളോട് ഓൾറെഡി ഞാൻ പാർട്ട് 8 ഞാൻ പറഞ്ഞു അങ്ങനെയായിരുന്നു. പ്രസവം കഴിഞ്ഞാലെങ്കിലും ഇങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ പറയാം, നമ്മളെ ഹസ്ബൻഡ് ചിലപ്പോ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് നമുക്കത് ക്ഷമിക്കാം. എന്താണെങ്കിലും ലഹരിയായിട്ടും എന്താണെങ്കിലും വേറെ എന്താണെങ്കിലും നമുക്ക് ക്ഷമിക്കാം. പക്ഷെ നമ്മളൊരു വാല്യൂ ഇല്ലാണ്ട് ഒരു അവിഹിതം തന്നെ പറയാല്ലേ, അവിഹിതത്തിനും കൂടെ പോകുന്ന സമയത്ത് എനിക്കത് ഇങ്ങനെ സഹിക്കാനായില്ല. ഇങ്ങനെയെന്ന് പറഞ്ഞാൽ എങ്ങനെ സഹിക്കാൻ? അതാണ് പെണ്ണ്. പക്ഷെ തന്റെ ജീവനെ തുല്യം സ്നേഹിക്കുന്ന ഭർത്താവ് മറ്റൊരു പെണ്ണുമായി അവിഹിത ബന്ധം ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. പെണ്ണിനെ മാത്രമല്ല ആണിനാണെങ്കിലും അങ്ങനെ തന്നെ. ഇവിടെ തെസ്നിയ പ്രഗ്നന്റ് ആയി പ്രസവിച്ചു, പിന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ സ്നേഹവും കരുതലും സാമീപ്യവും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സമയത്താണ് ഇവൻ അവിഹിതം ഉണ്ടാക്കി നടന്നത്. ആർക്കാരും സഹിക്കാൻ കഴിയില്ല. ഇനി പ്രണയിക്കുന്നതും കല്യാണം കഴിക്കാൻ പോകുന്നതുമായ പെൺകുട്ടികളോടും അതുപോലെ തന്നെ തന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന പെൺകുട്ടികളോടും തെസ്നിയയ്ക്ക് ചില കാര്യങ്ങളും കൂടി പറയാനുണ്ട്. അതുകൊണ്ട് കേട്ട് നമുക്ക് നിർത്താം. എനിക്ക് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺപിള്ളേരോട് റിക്വസ്റ്റ് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ്. റിക്വസ്റ്റ് ആയിട്ട് തന്നെ പറയുകയാണ്, എൻ്റെ ജീവിത അനുഭവം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. ഒരു ജോലിയായി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാവുന്ന സമയത്ത് മാത്രം നിങ്ങൾ കല്യാണം കഴിക്കുക. വീട്ടുകാരെ നിർബന്ധപ്രകാരമോ ലവ് മാരേജ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നന്നായിട്ട് ആലോചിക്കുക. നമ്മളെപ്പോലുള്ള ആൾക്കാർ എക്സാമ്പിളായിട്ട് പറഞ്ഞു തരുമ്പോൾ നിങ്ങളത് അംഗീകരിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചൊരു പാഠമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ജീവിതത്തിൽ നിന്ന്. അപ്പോൾ അതൊന്ന് അക്സെപ്റ്റ് ചെയ്യുക. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെപ്പോലെ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടികളുണ്ടെങ്കിൽ, ഇങ്ങനെ അനുഭവിച്ച് നിന്ന് ഏതെങ്കിലും ഒരു കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾ ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നന്നാവുന്നു. ഒരിക്കലും നിങ്ങൾക്കൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് അവരിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങളെന്താക്കുക, അവരിൽ നിന്ന് മൂവ് ഓൺ ആയിട്ട് വേറെ നിങ്ങളൊരു വഴി നോക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തെസ്നിയോട് പറഞ്ഞു വെച്ചത്. സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് അവൾ സംസാരിച്ചത്. അതിന് മേലേക്ക് ഇനി നമുക്കൊന്നും പറയാനില്ല. എന്തായാലും തെസ്നിയ തന്റെ ട്രോമകളൊക്കെ അതിജീവിച്ചു കഴിഞ്ഞു. അവൾ മൂവ് ഓൺ ചെയ്തു. ഇനി മക്കളെയും കൂട്ടി ഉമ്മാന്റെയും സഹോദരന്റെയും അടുത്തേക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് അവൾ. അവിടെ അവൾക്ക് നല്ലൊരു ജീവിതം ലഭിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. കൂടുതലൊന്നും പറയാനില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.